പ്രാർത്ഥനയ്ക്കൊരു മറുപടിയുണ്ട്. അത് ഹന്ന നിന്ദിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അവൾക്ക് തലമുറയില്ലാത്തത് കൊണ്ട് അവൾ പരിഹാസപാത്രമായിരുന്നു. എങ്കിലും അവൾക്കൊരു കാര്യം മനസ്സിലായി, അവൾക്ക് തലമുറയില്ല. പക്ഷെ ഈ തലമുറ കൊടുക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. പക്ഷേ അവൾ നിന്ദകൾ സഹിച്ച് അവസാന നിമിഷം അവൾ എന്ത് ചെയ്തു? ദൈവത്തിന് മാത്രമേ ഇതിന് പരിഹാരം എനിക്ക് തരാൻ കഴിയുള്ളൂ എന്നറിഞ്ഞ് അവൾ ദൈവസ്ഥാനത്തിൽ വീട് കിടന്ന് കരയാൻ തുടങ്ങിയപ്പോൾ അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഹന്നയെ ദൈവം ഓർത്തതുപോലെ അവൾക്ക് തലമുറകൾ കൊടുക്കുവാൻ ഇടയായതുപോലെ എൻ്റെ ദൈവമക്കളെ ഇന്ന് പറയട്ടെ, നീ ദൈവസ്ഥാനത്തിൽ നിന്റെ വിഷമങ്ങൾ ഇറക്കി വെച്ച് കരയാൻ തയ്യാറുണ്ടെങ്കിൽ നാളുകളായി നീ നിന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്ദകളും പരിഹാസങ്ങളും ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറാൻ പോവുകയാണ്. കാരണം 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവിടെ മധ്യകൊണ്ടെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ നീ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ അവൻ നിന്റെ കണ്ണിന് മറുപടിയായി അവൻ ഇനി കരയേണ്ട വരികയില്ലെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ.